ചാനൽ. ഇപ്പോൾ വിഷുവിൻ്റെ തലേദിവസം കണി ഒരുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ഞാൻ. ഇപ്പോൾ കണി ഒരുക്കാനായിട്ട് ഒരു മേശമ ഇതൊക്കെ വിരിച്ചിട്ട് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കൃഷ്ണനെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. കൃഷ്ണനെ എടുത്തുകൊണ്ട് തുടച്ചത് കണി ഒന്ന് മുന്നിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കുഞ്ഞ് കിണ്ടിയുണ്ട് ഞങ്ങളവിടെ. അപ്പോൾ ആ കിണ്ടിയിൽ വെള്ളമൊക്കെ നിറച്ച് അതിലൊരു വെള്ളപ്പൂ ഇട്ട് വെച്ചിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വെറുതെ കിണ്ടിയിൽ വെള്ളം വയ്ക്കരുത്, ഒരു വെള്ളപ്പൂവെങ്കിലും ഇട്ട് വയ്ക്കണമെന്നും. അതിനുശേഷം ഞാൻ മുറ്റത്തുനിന്ന് തെച്ചിപ്പൂവും കുറച്ച് പൂവൊക്കെ പൊട്ടിക്കാനായിട്ട് പോയിട്ടോ. അങ്ങനെ പൂവൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് വന്ന് ഞാൻ എന്തേ കുറ്റിയൊക്കെ ഇട്ട് വാതിൽ. അതിനുശേഷം ഞാൻ ഇരുന്ന് മാല കോർക്കാണ് കേട്ടോ. കൃഷ്ണൻ ഇടാൻ വേണ്ടിയിട്ട് 1-ാം തീയതി ഞാൻ മാല കോർത്ത് ഇടാറുണ്ട്. അതുപോലെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ മാല കോർത്ത് ഇടാറുണ്ട്. അങ്ങനെ നമ്മുടെ കണി ഒരുക്കി വെച്ചു കേട്ടോ. കണി സെറ്റാക്കിയിട്ടുണ്ട് എല്ലാം. കൃഷ്ണന് മാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാം ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കണി കണ്ടാൽ മതി കേട്ടോ. ഇപ്പം നല്ല ഞങ്ങൾ ഹോളിൽ തന്നെയാണ് കണിയൊക്കെ വെക്കണത്. പിന്നെ കണിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ എഴുന്നേറ്റ് കുളിച്ചതേ അമ്പലത്തിലേക്ക് പോയി. ഞങ്ങളുടെ അവിടെയുള്ള പറമ്പിക്കുളങ്ങര കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് പോയത് കേട്ടോ. ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ പോയി അമ്പലത്തിലൊക്കെ വഴിപാടൊക്കെ കഴിച്ച് എല്ലാവരും പേരിൽ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് അങ്ങനെ തൊഴുത് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെന്താ ബലൂണൊക്കെ കെട്ടിയിരിക്കണമെന്ന് വിചാരിക്കും. ഇന്ന് വിഷു മാത്രമല്ല, പൊന്നൂൻ്റെ മിന്നുൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. ഒരു ബർത്ത്ഡേയിലുള്ള ഡെക്കറേഷനാണിത്. ബലൂണൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ബലൂൺ ആ ഹാളിലും ഫ്രണ്ടിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ കൊല്ലങ്ങളിൽ വിഷു ഏപ്രിൽ 15-ാം തീയതി വരും. അപ്പോൾ 14-ാം തീയതി തലേദിവസമായിരിക്കും. ഇപ്പോൾ ഇത് ഏപ്രിൽ 14-ാം തീയതി തന്നെയാണ് വിഷു വന്നത്. അപ്പോൾ ഓരോ ബർത്ത്ഡേ അന്ന് തന്നെയാണ്. അപ്പോൾ 2 നാത്തൂന്മാരും വന്നിട്ടുണ്ടായിരുന്നു. ഇത് മൂത്ത നാത്തൂനും ഇപ്പുറത്തെ ഹസ്ബൻഡാണ്. പിന്നെ താഴെയുള്ള നാത്തൂനാണ് ഈ വീഡിയോ എടുക്കുന്നത്. അത് നാത്തൂൻ്റെ കൊച്ചാണ്. അമ്മച്ചിയുണ്ട്, പിന്നെ ചേട്ടനുണ്ട്, ഞാനുണ്ട്. ഇത്ര പേരുള്ളൂ കേട്ടോ. മക്കളൊന്നും വന്നില്ല അവരെ. എന്നാലും ബന്ധുക്കളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് വീട്ടിലെ ആൾക്കാർ വരുമ്പോൾ. അപ്പോൾ ആ പൊട്ടിക്കുന്ന സാധനം പൊട്ടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നാത്തൂൻ്റെ ഹസ്ബൻഡ് മേടിച്ചു. പക്ഷെ അത് പൊട്ടില്ല. എനിക്കും പൊന്നൂനും മിന്നുവിനൊക്കെ ഭയങ്കര പേടിയാണ്. അവർ ചെവിയൊക്കെ പൊത്തിയാണ് നിന്നിരുന്നത്. അപ്പോൾ പൊന്നൂൻ്റെ മിന്നു ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സ് എൻ്റെ മൂത്ത നാത്തൂൻ കൊണ്ടുവന്നതാണ് കേട്ടോ. അവർക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് അത് ഇട്ടിട്ടാണ് കേക്കൊക്കെ മുറിച്ചത്. അപ്പോൾ അതായത് പൊട്ടിയില്ല കേട്ടോ. അത് ചീറ്റി പോയായിരുന്നു. അത് തിരിക്കണത് കറക്റ്റായില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പൈസ പോയിന്ന് ഞാൻ ചേട്ടനോട് പറയായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും കേക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ ചെവി പൊത്താണ്, വേണ്ട എന്നൊക്കെ പറയാണ്. അപ്പോൾ അത് പൊട്ടിക്കാൻ പറ്റണില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ തുറന്ന് ചേട്ടൻ അതൊക്കെ അവിടെ വിതറിയായിരുന്നു. അപ്പോൾ ഞാൻ പൊന്നിനോടും മിന്നിനോടും പറയുന്നുണ്ട് എല്ലാവർക്കും കേക്കിൻ്റെ കഷ്ണമൊക്കെ കൊണ്ട് കൊടുക്കണമെന്ന്. ഞാൻ വീഡിയോ എടുക്കാതെ കാരണം ചില അപാകതകളൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോയിൽ. ക്ഷമിക്കണം എല്ലാവരും. അപ്പോൾ അതേ നാത്തൂന് കേക്ക് കൊടുക്കണത് വീഡിയോ എടുക്കാൻ കറക്റ്റ് ആവാത്ത കാരണം എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷം അമ്മച്ചിക്ക് കൊടുത്തിട്ടോ കേക്കൊക്കെ. അപ്പോൾ ചേട്ടനത് പൊട്ടിക്കാൻ നോക്കുകയാണ്. പൊട്ടിക്കാൻ പറ്റുന്നുണ്ടായില്ല. എൻ്റെ അമ്മച്ചിക്ക് ഓരോന്ന് കൊടുക്കണത്. നീലാഞ്ജനിക്ക് കൊടുത്തു കേക്ക്. അപ്പോൾ ഞാൻ തങ്കത്തിന് കേക്ക് കൊടുക്കാൻ കേട്ടോ. അമ്മച്ചിക്ക് കൊടുത്തു. പിന്നെ ചേട്ടനൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ കേക്ക്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ നാത്തൂൻ ചേട്ടൻ അത് അതിൻ്റെ ഉള്ളിൽ തുറന്നിട്ട് അതിങ്ങനെ വീശിയായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ അതെടുത്ത് മുകളിലോട്ട് വിടുകയാണ്. ഈ സാധനം അടിച്ച് കളയാൻ ഭയങ്കര പണിയാണ് കേട്ടോ. ഈ ഉടുപ്പാണ് മൂത്ത നാത്തൂൻ കൊണ്ടുവന്നത്. പൊന്നൂനും മിന്നുനും നല്ല ഭംഗിയുള്ള ഉടുപ്പാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അവർക്കും ഇഷ്ടമായി. അപ്പം അങ്ങനെ ഞങ്ങളുടെ കേക്ക് മുറിക്കലും പിന്നെ എല്ലാവർക്കും കൊടുക്കലൊക്കെ കഴിഞ്ഞായിരുന്നു. ഞങ്ങളന്ന് ഉണ്ടാക്കിയത് നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കണതാണിത്. അതിൻ്റെ വീഡിയോ അതൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് ഒരുപാട് പണിയുണ്ടായിരുന്നു. ഒരു വീട്ടിയപ്പോൾ ഞാനെടുത്തതാണ്. നെയ്ച്ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങളത് കമ്പിത്തിരി മത്താപ്പൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിഷു എന്നൊക്കെ പറയണത് എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിവസങ്ങളാണല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ അതേ കമ്പിത്തിരിയൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കത്തിക്കാൻ. പടക്കമൊക്കെ പേടിയാണ് കേട്ടോ. അവരങ്ങനെ കമ്പിത്തിരിയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പിത്തിരി മത്താപ്പൊക്കെ കത്തിക്കുകയാണ് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.